തൃപ്തിയായോടി നിനക്ക്? എടി തൃപ്തിയായോന്ന്? എടി എന്നായാലും എപ്പോഴായാലും സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. കണ്ടില്ലേ, മൂർത്തി സാറും അമ്മയും കൂടി രാജകീയമായി ആദർശ് മോനെയും നയനമോളെയും അകത്തേക്ക് ആനയിച്ചത്. അപ്പൊ അതൊക്കെ നീ വെളറിയ മുഖത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടായിരുന്നല്ലോ. നീയും നിന്റെ അഭിയും കൂടി ആ AN ജുവലറിയെ നന്നാക്കാൻ വേണ്ടി പോയതല്ലേ? എന്നിട്ട് എന്തായി മോളെ? ഡേ, നിന്റെ മിടുക്കൊണ്ടൊന്നും അല്ല അവര് നിന്നെ മോഡലാക്കിയത്. അതുപോലെ തന്നെ നീ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല അവരഭിക്ക് ജോലിയും കൊടുത്തത്. അവന്റെ അച്ഛനാ AN ജുവലറിയുടെ മുതലാളി. എന്തായാലും എനിക്കിപ്പോ ഒരു ജോലിയുണ്ട്, നല്ല ശമ്പളവും ഉണ്ട്. മോളെ, എത്ര ശമ്പളം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നീ ആ ജോലി കളയാൻ നോക്ക്. അതൊക്കെ പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? അമ്മേ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്ന ഒരു അമ്മയല്ലേ? ഡേ, ഞാനെന്ത് തെറ്റിദ്ധാരണ പരത്തിയെന്നാ നീ പറയുന്നേ? അമ്മയ്ക്ക് അറിയില്ലേ? ഇല്ല. എന്റെ അബി കൊള്ളരുതാത്തവനാണെന്നും അബിയുടെ കുട്ടിയാണ് ചന്തുമോളെന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് തന്നെ അത് സത്യാണോന്നറിയാൻ നീ ശ്രമിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിന് പിന്നാലെ നീ പോയിട്ടുമില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ അബി എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ കളയാൻ ഞാൻ റെഡിയല്ല. നിന്നോട് ഇനി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല മോളെ. നിനക്ക് ചുറ്റിനും ഉള്ളവര് നല്ലവരായതുകൊണ്ട് നീ നശിക്കൂന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിന്റെ അബിക്കൊപ്പം നീ ഉറച്ചു നിന്നാലേ നിന്റെ ജീവിതത്തില് നല്ലതൊന്നും ഉണ്ടാവില്ല. നിന്റെ ഭാവി ഇരുട്ടിലാവുകയും ചെയ്യും. എനിക്കും അമ്മയോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്കറിയാം ആദർശ് മോനും നയനമോളും തിരികെ വന്നതിന്റെ വിഷമം നിനക്ക് ഉണ്ടാവൂന്ന്. എടി, അവരാണ് ഈ വീട്ടില് താമസിക്കേണ്ടത്. നീയോ അബിയോ ആണ് പുറത്തു പോകേണ്ടത്. എന്നാ പോയി പറ മുത്തശ്ശനോട് ഞങ്ങളെ പുറത്താക്കാൻ. നിന്റെ അബി എന്താണെന്നും ഏതാണെന്നൊക്കെ മൂർത്തി സാറിന് നന്നായിട്ട് അറിയാം. അതിനൊപ്പമാണ് അവനിപ്പോ അവന്റെ അച്ഛന്റെ സ്ഥാപനത്തിലും മാനേജരായത്. ഇപ്പൊ അവൻ പറയുന്നതേ അയാളുമായിട്ട് ഒരു ബന്ധമില്ലെന്നാ. അവനങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പാ അവനും അവന്റെ അച്ഛനും തമ്മില് ഇപ്പൊ നല്ല ബന്ധമുണ്ടെന്ന്. അവൻ എന്ത് പറഞ്ഞാലും അതിനെതിരായിരിക്കും സത്യം. അതിനിവിടെ ഉള്ളവര് തെളിയിച്ചു കഴിഞ്ഞാ ആ നിമിഷം നിന്റെ അബി ഇവിടുന്ന് പുറത്താ. ആ സമയത്തെ അവന്റെ അമ്മ പോലും അവനോടൊപ്പം നിൽക്കില്ല. അവൻ എങ്ങോട്ട് പോയാലും അവന്റെ പിന്നാലെ ഞാനും കാണും. അവനെ വിടാതെ പിന്തുടരും ഞാൻ, അവന്റെ നാശം കാണുന്നത് വരെ. ആയിക്കോ, നീ എന്താന്ന് വെച്ചായിക്കോ. ഇപ്പൊ ആദർശിനും നയനമൊക്കെ ഉണ്ടായ ഈ വിജയം ഉൾപ്പെടെ എല്ലാം അവരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ. അവര് നേരായ വഴിയിൽ നടക്കുന്നതുകൊണ്ടാ. എന്റെ മോളെ, അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ. നോക്ക്, തള്ളിക്കളയേണ്ടവരെ ചേർത്ത് പിടിച്ചിട്ട് നീ നല്ലവരെ മാറ്റി നിർത്തുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിനുള്ള ശിക്ഷ എന്റെ പൊന്നുമോക്ക് കിട്ടിക്കോളും കേട്ടോ.